അഭിഷേക് ജയദീപ്, DJ സിബിൻ, നന്ദന, അഭിഷേക് ശ്രീകുമാർ, പൂജ കൃഷ്ണ, സായി കൃഷ്ണ. അതെ, അങ്ങനെ 6 വൈൽഡ് കാർഡ്സ് തകൃതിയായിട്ട് വമ്പൻ പ്ലാനോടുകൂടി ലാലേട്ടന്റെ കൂടെ സ്റ്റേജിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. പക്ഷെ വീട്ടിൽ കയറിയില്ലടേ. ഇന്നായിരിക്കും അപ്പൊ അവർ വീട്ടിൽ കയറിയത്. നാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും, പക്ഷേ ഇത് നമ്മൾ എപ്പിസോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റേജിൽ ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴിയിലല്ല പോകുന്നത്. ഇവർ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം വരുന്നത്. അവസാനമാണ് ലാലേട്ടൻ പറഞ്ഞത് ഇവർ നാളെ വീട്ടിൽ കയറോടുന്നു. നമുക്കവിടെ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വെച്ചാൽ അവർ വീട്ടിൽ കയറി എന്നാണ് അപ്ഡേറ്റ് കിട്ടിയ. എനിവേ എന്തോ ആവട്ടെ, നാളെയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇത്രയും നേരം അവർ വീട്ടിൽ കയറുന്നതും വീട്ടുകാരെ ഞെട്ടുന്നതും ഒക്കെ പ്രതീക്ഷയായിരുന്നു ഞാൻ നോക്കിയിരുന്ന എപ്പിസോഡ്. പക്ഷേ വീട്ടിൽ കയറിയില്ല. അവസാനം ലാലേട്ടൻ പറയണത് നാളെയാണ് വരുന്നത്. കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറഞ്ഞു വൈൽഡ് കാർഡ് വരുന്നത്, പക്ഷെ പറയണ്ടായിരുന്നു. കാരണം ഇവർ പ്രതീക്ഷിച്ചിരിക്കും. മറ്റത് ഈ പറയാതെ ഉള്ള ഒരു ഞെട്ടലൊക്കെ കാണുമ്പോൾ ഒന്നും ആ ഒരു ഫീല് വേറെ ആയിരുന്നു. പക്ഷെ ഇവരുടെ അടുത്ത് പറഞ്ഞു കളഞ്ഞു ലാലേട്ടൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ വന്ന വൈൽഡ് കാർഡ്സ് എല്ലാം വമ്പൻ ടാർഗറ്റാണ്. എനിക്ക് പൂജയിൽ ഒരു പ്രതീക്ഷക്കുറവുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സെറ്റ് ആകുമായിരിക്കാം. കാരണം പൂജയുടെ ഇൻട്രോയിലെ പൂജ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. എന്തായാലും റെഡി ആകുമെന്ന് നമുക്ക് ഓവറായിട്ട് ആരെയും ഒന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും സൂപ്പർ ആവട്ടെ. പക്ഷേ നന്ദന കോമണറാണ്, ആ കാര്യം ഒന്നും വേണ്ടിയിട്ടില്ല. വേണ്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ ഞാൻ നന്ദന കോമണർ ആണെന്ന് പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്തായാലും ഇപ്പോൾ കുഴപ്പം എന്നൊക്കെ. ഞാൻ അതല്ല പറഞ്ഞത്, നന്ദന കോമണറാണ്. ഓക്കെ, കോമണർ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോമണറിനെ അവർ സെലക്ട് ഒരു കോമണർ വൈൽഡ് കാർഡ് എൻട്രി കൊടുത്തിരുന്നെങ്കിൽ ഒരു മെയിലിന് കൊടുക്കാമായിരുന്നു എന്നുള്ളത് മാത്രമല്ല. നന്ദനായിട്ട് എനിക്കൊരു പ്രശ്നമോ ഒരു വിരോധം ഒരു കാര്യം ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു സംഭവം എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ടാർഗറ്റ് ആരായിരിക്കും? ജബ്രി, ജാസ്മിനും ഗബ്രിയും. ജബ്രിയാണ് എല്ലാവരുടെയും ടാർഗറ്റ്. മാലയിട്ട് എല്ലാവരും സ്വീകരിക്കുന്നത് അപ്സരയാണ്. അപ്സരയ്ക്ക് ഒരു വിഷനുണ്ട്, എയിമുണ്ട്, സംസാരം ചിന്തിക്കാൻ കഴിവുണ്ട്, സ്കില്ലുണ്ട്. എന്ത് എവിടെ പറയണമെന്ന് വ്യക്തമായിട്ട് അപ്സരയ്ക്ക് അറിയാം. ഇത് തന്നെയല്ലേ നമ്മൾ 3 ആഴ്ച കൊണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്സരയ്ക്ക് സൂപ്പറായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. അപ്സര എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കളിക്കുകയും ചെയ്യും. പക്ഷെ എന്നിരുന്നാലും ജബ്രിയുടേത് പൊളിച്ചെടുക്കുക, അൻസിബയുടെയും ഋഷിയുടേതും പൊളിച്ചെടുക്കുക, ശ്രീധുവിന്റെ സൈലൻസ് പൊളിച്ചെടുക്കുക, വീട്ടിലെ സേഫ് ക്ലൈമേഴ്സിനെ പൊളിച്ചെടുക്കുക. അങ്ങനെ മൊത്തം ഗെയിം മാറ്റി പിടിക്കാനാണ് വൈൽഡ് കാർഡ്സ് എന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 ഡേ 27 ഏപ്രിൽ 7 തീയതിയിലെ ലാലേട്ടന്റെ ഫുൾ എപ്പിസോഡ് വീക്കെൻഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നിട്ട് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തവർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് നമ്മുടെ ജാൻമണി ഇഷ്യൂ സംസാരിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ ജാൻമണി ഇഷ്യൂ സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് കയറുന്നതിന് മുന്നേ പവർ റൂമിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. എന്നൊരു ഷോർട്ട് റിവ്യൂ ആണ് പറയുന്നത്. പവർ റൂമിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു പവർ റൂം? അർജുന എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നല്ലോ. അപ്പൊ അർജുൻ പറഞ്ഞ ടാസ്ക് ആയിരുന്നു. അപ്പൊ ഫുൾ എല്ലാവരും വീക്ക് ആയിരുന്നുള്ളൂ. പിന്നെ ഞാൻ അധികം ഉപദ്രവിക്കാൻ പറ്റും. ജിൻഡോ പറഞ്ഞു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. റസ്മിന്റെ ചോദിക്കുന്നു. റസ്മിൻ പറയണം അത് അത്ര വലുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയൊന്നുമില്ല ലാലേട്ടാ. ലാലേട്ട പ്രേക്ഷകരുടെ അഭിപ്രായം കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ശ്രീരേഖ പറയണം ഇവർക്കിടയിൽ തന്നെ ആയിരുന്നു പ്രശ്നം. ഗബ്രി പറയണം അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. നോറ പറയണം നന്നായി, കുറെ കൂടി പേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു, അവരൊന്നും ചെയ്തൊന്നുമില്ല. ജിൻഡോ പറയണം ജാൻമണിയുടെ ചായ കേസ് ഞാൻ ഇടപെട്ടിട്ട് പോലുമില്ല. ഇവരെല്ലാവരും എന്റെ പേര് പറഞ്ഞു. ഒരു വലിയ മഹത്തായ ഒരു സാധനമാണ് പവർ ബെല്ലി ഗബ്രി എടുത്തിട്ട് അടിച്ചു. എന്നിട്ട് അവനെ കൊണ്ട് 10 ഏത്ത പിടിപ്പിച്ചു. ജാൻമണിക്ക് ഞാൻ ചായ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി. എന്നെ കൊണ്ട് വീട് പണി മൊത്തം ചെയ്യിച്ചു. മൊത്തം പാർഷ്വാലിറ്റിയാണ് ഇവിടെ നടന്നത്. അപ്പൊ അർജുൻ പറയണം ചായ കൊടുക്കരുതെന്ന് ആദ്യം പറഞ്ഞ ഈ ജിൻഡോയാണ്. എന്നിട്ട് ജിൻഡോ പിന്നീട് കാല് മാറി കഴിഞ്ഞു. ജിൻഡോ പറഞ്ഞു ഇല്ല ഞാൻ പറയൂല, നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ എന്നാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഇവർ രാത്രി ഓംലെറ്റ് പൊരിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ജാൻമൻ പറയാണ് ചായ കുടിക്കാത്ത ഞാനായിരുന്നു. എന്നിട്ട് അന്ന് എനിക്ക് ചായ ഒരു വിശപ്പുണ്ടായിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ ജാൻമണി ആ ചായ കേസ് ചോദിച്ചത്? ഞാൻ പറയണേ ഇല്ല പാതിരാത്രി ഇവർക്ക് ഓംലെറ്റ് ഇട്ടാം, ഞാൻ ചായ ഉണ്ടാക്കി ചോദിച്ചപ്പോൾ ഇവർക്ക് കുഴപ്പം. റസ്മിൻ പറയാണ് നോറയും കൂട്ടരും കൂടിയിട്ടാണ് അന്ന് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പൊ നോറ പറയണത് അതെ ജിൻഡോ പറഞ്ഞത് ജിൻഡോയ്ക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കി തരാം. അപ്പൊ ആ ഒരു ഉടമ്പടിയിലാണ്. അപ്പൊ അവരവരുടെ ആവശ്യമൊക്കെ അവർക്ക് കൊള്ളാം. അപ്പം ജിൻഡോ പറഞ്ഞ അയ്യോ എനിക്കറിയില്ല ലാലേട്ടാ, ഞാൻ കോഫി ഒന്നും ഉണ്ടാക്കി തന്നെ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീരേഖ പറയാണ് ജോളി ആയിട്ടുള്ള ഒരു വീക്കായിരുന്നു ഈ ആഴ്ച. ഓക്കെ, അല്ല ശ്രീധു പറയുന്നു. അടുത്ത് അപ്സര പറയുന്നു കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്, എന്നെ ഒന്നും ഉപദ്രവിച്ചില്ലല്ലോ. അടുത്ത് ജാസ്മിൻ പവർ ഇല്ലായിരുന്നു. പവർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇല്ല, ബാക്കിയൊക്കെ ഓക്കെ. ലാലേട്ടൻ പറയാണ് പുതിയ ആൾക്കാരിനി വരാൻ കിടക്കണേ ഉള്ളൂ, നിങ്ങളൊക്കെ സൂക്ഷിക്കണം. അതിനുശേഷം ജാൻമണി
ജാൻമണി ആദ്യം പറഞ്ഞിരുന്നു ജാൻമണി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി വീക്ക് ആകും, ഇല്ലെങ്കിൽ ഹെൽ വീക്ക് ആകുമെന്ന്. ജാൻമണിക്ക് ഒരു ഹോട്ട് സീറ്റ് കൊണ്ടുതരാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞൊരു ഹോട്ട് സീറ്റ് വരുന്നു. ജാൻമണി അതിലിരിക്കുന്നു. ഓരോരുത്തർക്കും ജാൻമണിയോട് എന്തും ചോദിക്കാം. ജാസ്മിൻ ചോദിക്കാണ്, ഇവിടെ ഒരു ചായ വിഷയം ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ ഫുഡ് കഴിക്കില്ല, എനിക്ക് വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഞാൻ സന്തോഷം കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞത് ശരിയായിട്ടുള്ള അഭിപ്രായമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ശരിയാണ്. പ്രാകാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ അവിടെ വല്ലതും ഉണ്ടായിരുന്നു, അവളുടെ ജീവിതം നശിപ്പിക്കുക, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ഉള്ളത്, അത് എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ട്. അപ്പൊ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് ജാൻമണി പറയുന്നു. ലാലേട്ടൻ പറയാണ്, ജാൻമണി ശപിക്കുന്ന കാര്യം ശരിയാണോ ശ്രീരേഖ? ശരിയാണ്. ചീപ്പ് എക്കോണമിക് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ മൊത്തം അടച്ച് ആക്ഷേപിച്ചു. വന്നവർ മുഴുവൻ ലോക്കലാണ്. ഐ ആം ജാൻമണി ദാസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് പോയി വിളിച്ചു. എന്താണ് അപ്പൊ ലാലേട്ടൻ ചോദിക്കണം, എന്താണ് ജാൻമണി എക്കോണമി? അത് ലാലേട്ടൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഞാൻ പറഞ്ഞപ്പോഴായിട്ടാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു, എല്ലാവരും ഇവിടെ ഒരുപോലെയാണ്, ഇവിടെ ആർക്കും ക്ലാസ്സും ക്ലോസ് ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. ശ്രീരേഖ പറയണ, പുറത്തിറങ്ങി ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി ഞാൻ ഇവരുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. ജാൻമണി പറയാൻ, ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നോറ പറയാണ്, റസ്മിൻ മുട്ടത്തോട് എടുത്തിവിടെ ഇട്ട കേസിൽ ഞാൻ അവിടെ തുടയ്ക്കാൻ ജിൻഡോയുടെ കൂടെ പോയപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു ഞാൻ 3rd ക്ലാസ് ഡ്രാമ കളിക്കുകയാണെന്ന്. ഇവരെന്നിട്ട് പറഞ്ഞു, പിന്നീട് ഞാൻ എവിടെ പോയിരിക്കുമ്പോൾ ഇവർ എൻ്റെ തലമണ്ടയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പായസത്തിൽ ഒരു തുള്ളി വിഷം വീഴുമ്പോഴാണ് നോറ ഇരിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു. അർജുൻ പറയാണ്, നോറയായിട്ടുള്ള ഫൈറ്റ് ഒക്കെ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു, പിന്നെ ലൈഫ് കുട്ടിച്ചോറാക്കും തകർക്കും എന്നുള്ള ഡയലോഗ്സ് ഒക്കെ ഇവർ പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ പറയണം, ജാൻമണി ഒരുപാട് പേര് ഇതുപോലെ പ്രാകുന്നുണ്ടല്ലോ, അത്ര പറയാൻ പാടുള്ള കാര്യമല്ല, ഇതിനകത്തായാലും പുറത്തായാലും മനുഷ്യത്വം എന്ന് പറയുന്ന ചെറിയ സാധനമല്ലേ. അപ്പൊ ജാൻമണി പറയാണ്, ലാലേട്ടൻ ഞാൻ നോർമലായിട്ട് അങ്ങനെ ആരും ശപിക്കാറില്ല. അപ്പൊ ലാലേട്ടൻ പറയാണ്, ജാൻമണിയുടെ പ്രാക്ക് കുറച്ച് നമ്മൾ കണ്ടു നോക്കാം, ജാൻമണിയുടെ മുഴുവൻ പ്രാക്കും കാണിച്ചു കൊടുക്കുന്നു, എല്ലാം ഉണ്ട്. ലാലേട്ടൻ പറയണം, സന്തോഷം തോന്നുന്നുണ്ടോ ജാൻമണി ഇതൊക്കെ കണ്ടപ്പം? അത് അഭിമാനം തോന്നുന്നുണ്ടോ ബാക്കിയുള്ളവരെങ്ങനെ പ്രാകുന്നു തോന്നുമ്പം? നല്ലൊരു കാര്യമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്, അത് പ്രാവി കളയുന്ന നല്ലതല്ല, എന്തോരം നിങ്ങൾക്ക് നല്ലതായിട്ട് കളിക്കാം. ജാൻമണി പറയണം, പക്ഷെ ലാലേട്ട എനിക്ക് എത്രയോ ആവട്ടെ, നിങ്ങൾ ഒരിക്കലും അതൊരു നമ്മളെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല, നിങ്ങൾ കൺട്രോൾ ചെയ്യണം, അല്ല നിങ്ങൾക്ക് പ്രാകാനുള്ള സ്ഥലമല്ല ഇത്. പ്രാക്ക് എന്ന് പറയുന്ന സാധനം നിങ്ങളിവിടെ എനിക്ക് വേറെ പറഞ്ഞ പ്രാവായല്ലോ, ഞാൻ പ്രാവുന്നില്ലല്ലോ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും. നോറ പറയാണ്, അപ്പം കാണിക്കുന്ന വീഡിയോയിലാണ് ജാൻമണി പ്രാവുന്ന വീഡിയോ കാണിക്കുന്നതിനകത്ത് ജാൻമണി അവിടെ സൗണ്ട് പോണം എന്ന് പറഞ്ഞപ്പോൾ നോറ ചോദിക്കണം, ലാലേട്ടൻ എൻ്റെ സൗണ്ടാണോ ഇവർ പോകണമെന്ന് പറഞ്ഞത്? അപ്പോൾ ലാലേട്ടൻ പറയണേ, ആരുടെ സൗണ്ട് അതൊക്കെ പിന്നെ. അതിനുശേഷം ജാൻമണി എനിക്ക് അത്രയ്ക്ക് വിഷമമായതുകൊണ്ടാണ് ശ്രീരേഖ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു എന്നെല്ലാം പറയുകയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയണം, അൻസിബ ജാൻമണിയുടെ ഫ്രണ്ടായിട്ട് ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല, അത് ഞാൻ പറയാൻ നോക്കി, പക്ഷെ എനിക്ക് പേടിയായിരുന്നു ജാൻമണിയുടെ അതൊക്കെ എല്ലാം കണ്ടിട്ട്. അൻസിബ പറയാണ്, ഞാൻ പറഞ്ഞു. അപ്പൊ ഋഷി പറയാണ്, ഞാൻ പറഞ്ഞത് 2 ചൂലുട്ടി അടിയുടെ കുറവുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നോറ പറയാ. പിന്നീട് ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോകുമ്പോൾ നോറ അൻസിബ എടുത്ത് വെക്കുന്നുണ്ട്, എന്നെ പറ്റിയാണോ ജാൻമണി അങ്ങനെ സൗണ്ട് പോകണം എന്ന് പറഞ്ഞാൽ, അത് നിന്നെ പറ്റിയാണ്, ഞാൻ നിനക്ക് വിഷമം ഉണ്ടാവുന്നുണ്ടാന്ന് കരുതിയിട്ടാണ് പറയാത്തത് എന്ന് പറഞ്ഞു. ഓക്കെ, ജാൻമണി നേരെ വരുന്നു, ശ്രീരേഖയുടെ അടുത്ത് വന്നിരിക്കുന്നു, എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു. ബാക്ക് സ്റ്റാബ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല, ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ നിൽക്കത്തുമില്ല. അപ്പൊ ജാൻമണി പറയണോ, നിങ്ങൾ കാവ്യയിലെ ദേവിയല്ല ദേവി, നിങ്ങളെ പൂജിക്കാമോ? പൂജിക്കുക, ബിഗ് ബോസിനെ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ. ശ്രീരേഖ പറയുകയാണ്. അടുത്ത ലാലേട്ടൻ വന്ന് ചോദിച്ചത് ഫ്രണ്ട്ഷിപ്പ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ശരണ്യ ഋഷി പ്രശ്നം, അതാണ് സംഭവം. ആ സംഭവം വിളിച്ച് സോൾവ് ചെയ്യുന്നു. അത് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അത് നിസാര കാര്യമാണ്. ആ സംഭവം അങ്ങ് സോൾവ് ചെയ്യുന്നു. പക്ഷേ ശരണ്യയുടെ ഭാഗത്താണ് അവിടെ ന്യായം വരുന്നത്, കാരണം ഋഷി അവിടെ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ശരണ്യയുടെ ഇഷ്യൂല് അവര് മുമ്പ് പരിചയമുള്ളവരാണ്, പക്ഷെ അവർക്ക് ഋഷിക്ക് വന്ന് കൺവേ ചെയ്യാൻ, ഋഷി കൺവേ ചെയ്യാതെ എടുത്ത് ചാടിയാണ് തീരുമാനിച്ചത്. അപ്പൊ പിന്നീട് അടുത്ത് നോറ എടുത്ത് ചോദിക്കുന്നു, നോറ ആരൊക്കെയാണ് ട്രസ്റ്റ് ഉള്ളതെന്ന് ചോദിക്കണം. അപ്പം ജിൻഡോ പറയുകയാണ്, എനിക്കിവിടെ ആരെയും ട്രസ്റ്റ് ഇല്ല, ഓരോരുത്തരുടെ ഗെയിമിന് വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. ജാസ്മിൻ ഗബ്രിയുടെ പേര് പറയുന്നു, അറിയാമല്ലോ. പിന്നെ അങ്ങനത്തെ കുറെ സംസാരമാണ്. അപ്പൊ നല്ല അഭിപ്രായമാണ് നെക്സ്റ്റ് ടീമിനെ കുറിച്ച് പുറത്ത് പറയുന്നത്, പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ പൊട്ടാൻ പോവാണ്, പല ആൾക്കാരും വരും എന്ന് വീണ്ടും ലാലേട്ട ഹിന്റ് കൊടുക്കുന്നു. ശ്രീരേഖ പറഞ്ഞു, എല്ലാവർക്കും ചുറ്റും സൗഹൃദങ്ങളുണ്ട്, എനിക്കൊന്നും വേണ്ട ലാലേട്ട, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെ പറയല്ലേ, ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയൊന്നും അല്ലല്ലോ. കുറെ പേർക്ക് അങ്ങനെയൊക്കെ വിചാരമുണ്ട്, സൗഹൃദം കൊണ്ട് നമുക്ക് പലതും കാണിച്ചു കൊടുക്കാമല്ലോ. ഇതേ ലാലേട്ടൻ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ എന്തിനും വന്നെന്ന് ചോദിക്കും, അത് വേറെ കാര്യം. എന്നിട്ട് അടുത്ത് ലാലേട്ടൻ വൈൽഡ് കാർഡ്സിനെ സ്വീകരിക്കുകയാണ്. ആവേശകരമായ ഗെയിമാണ്, പുതിയ മുഖങ്ങൾ വരുന്നുണ്ട്, ഗെയിം ചേഞ്ചർ ആവട്ടെ, പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ അഭിഷേക് ജയദീപ്, മിസ്റ്റർ ഗേവ് വേൾഡ് 2023 ഇന്ത്യ റണ്ണറപ്പ് ആണ്, പൂനെയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ സ്വദേശം അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വരുന്നു. മിസ്റ്റർ ഗേവ് വേൾഡ് ആണെന്നെല്ലാം പറയുന്നു. എൻ്റെ അച്ഛനെ അറിയില്ല ഞാൻ ഗേ ആണെന്നുള്ള കാര്യം, എനിക്ക് അച്ഛനെ എന്താ പറയാ, അച്ഛൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് കരുതുന്നു. ഞാൻ ഒരു വെർഷൻ 2.0 ആക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോയിലൊക്കെ കാണിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള ഐഡിയ എനിക്കുണ്ട്. ഗ്രൂപ്പ് ഞാൻ പൊളിക്കും, ഇവിടുത്തെ പലരുടെയും ട്രാക്ക് ഞാൻ പൊളിക്കും, എന്നിട്ട് റിയൽ ട്രാക്കിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്നിട്ടാണ് ലാലേട്ടൻ ടാസ്ക് കൊടുക്കുന്നത്. ടാസ്ക് വേറെ ഒന്നുമല്ല, എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, മറ്റേ സ്റ്റാച്ചു പോലത്തെ. അതിനകത്ത് ആദ്യം അവരുടെ സ്റ്റിക്കർ, ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കഴുത്തിൽ ഹാര ഇടണം, പിന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കഴുത്തിൽ ഹാര ഇടണം, പിന്നെ ഇവിടെ നിന്ന് പുറത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കഴുത്തിൽ ഹാര ഇടണം. അതാണ് ടാസ്ക്. അപ്പം എനിക്കിവിടെ ഇഷ്ടമുള്ളത് അപ്സരയാണ്.
അപ്സരയാണ്. അപ്സര സ്ട്രോങ് ആയിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. തമ്മിൽ ഭേദം അപ്സരയാണ്. പക്ഷെ ജയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അടുത്ത ടാർഗറ്റ് ഗബ്രിയാണ്. പല കാര്യങ്ങളും പൊളിറ്റിക്കൽ ഇൻട്രപ്റ്റ് ആണ്. പിന്നെ ജിൻഡോയുടെ സ്റ്റിക്കർ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഗബ്രി പെരുമാറുന്നത്. പിന്നെ ഉള്ളത് ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി സംസാരിക്കൂ എന്ന് ഗബ്രി പറയുന്നത്. എന്താ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കിയല്ലേ സംസാരിക്കുന്നത്. അടുത്ത് പിന്നെ ജാൻമണി എനിക്ക് ഇഷ്ടമല്ല. ജാൻമണിയെ ടാർഗറ്റ് ചെയ്യും. കാരണം ജാൻമണിയുടെ ഭീഷണി, ജാൻമണിയുടെ ശാപം അതൊന്നും അത്ര നന്നായിട്ടുള്ള കാര്യമില്ല. പിന്നെ ജെൻഡർ കാർഡ് ഇറക്കി ജാൻമണി കളിക്കുന്നുണ്ട്. അടുത്ത് ജിൻഡോ എന്റർടൈനർ ആണ്. തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവമാണ്, സ്റ്റേറ്റ്മെന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പുറത്താവേണ്ടത് ശ്രീതുവും റസ്മിനുമാണ്. കാരണം അവർ രണ്ടുപേരും ആക്റ്റീവില്ല. റസ്മിന് പിന്നെ റെസ്പെക്ട് ചെയ്യില്ലേ, വാ മീറ്റിംഗിൽ വാ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭരണമാണ്, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത് ഇവിടത്തെ കോംബോ പൊളിക്കുന്ന ആരുടെയൊക്കെ കോംബോ ആയിരിക്കും പൊളിക്കുന്നത്? അത് ഋഷിയുടെ അൻസിബയുടെ കോംബോ ആയിരിക്കും പൊളിക്കാൻ പോകുന്നത്. അവർ ബെഡിലിരുന്നാണ് സംസാരം. അൻസിബ ഒരു ബ്രില്യൻ പ്ലെയർ ആണ്. ബെഡിലിരുന്ന ആളുകൾ ഇങ്ങനെ വിട്ട് ഓരോന്ന് പറഞ്ഞു കഴിക്കുകയാണ്. ഋഷി അതിനകത്ത് വീണടക്കണം. അത് ഞാൻ പൊളിക്കും. അടുത്ത് രണ്ടാമത്തെ എന്നിട്ട് നേരെ പറഞ്ഞു വിടുന്നു. ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നു. രണ്ടാമത്തെ വൈൽഡ് കാർഡ് DJ സിബിൻ ബെഞ്ചമിൻ വരുന്നു. വീഡിയോ കാണിക്കുന്നു. ഞാൻ ഇവിടെ എന്റർടൈൻ ചെയ്തിരിക്കാനാണ് വരുന്നത്. എന്നാലും ഇടയ്ക്ക് ഞാൻ കുത്തിത്തെരിപ്പും തമ്മിത്തല്ലൊക്കെ ഉണ്ടാക്കി. ഞാൻ DJ ആണ്, ഡാൻസർ ആണെന്നൊക്കെ പറഞ്ഞാൽ കുറെ സംഭവങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് അപ്സരയാണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഈ DJ സിബിന്റെ കാര്യം DJ സിബിൻ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടതാണ് അപ്സരയും DJ സിബിനും കൂട്ടാണെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം അവർ രണ്ടുപേരുടെ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത്. അടുത്ത ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെ, അൻസിബെ, ഋഷിയെ, ഗബ്രിയെ. ജാസ്മിൻ ബേസിക് മാനേഴ്സ് ഉണ്ട്, ചുമ്മാ ഒച്ച എടുക്കുന്ന അല്ല ബിഗ് ബോസ്. അൻസിബയും ഋഷിയും പക്ഷേ പോലെയാണ്, ബെഡിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. ഗബ്രി പ്രേമം ഉണ്ടെങ്കിൽ അതൊന്ന് സമ്മതിക്കണം. പ്രേമം എന്ന് വെച്ചാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൾക്കാരുണ്ട്, ക്യാമറ ഉണ്ട്, ലാലായിട്ടുണ്ട്, ബിഗ് ബോസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതിയിട്ടൊന്നും കാര്യമില്ല. അടുത്തിവിടെ നിന്ന് പുറത്തു പോകേണ്ടത് അൻസിബയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് പോകുന്നു. അടുത്ത് മൂന്നാമത്തെ വൈൽഡ് കാർഡ് നന്ദന. കാന്താരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ വെൽക്കം ചെയ്യുന്നത്. എപ്പോഴും ഞാനങ്ങനെ അടിയൊന്നും ഉണ്ടാക്കില്ല. ഞാനൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും മൊത്തം ഷോയ്ക്ക്. എന്നെ ചൊറേനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനങ്ങനെ കയറി മാന്തും. എരുതിയിൽ എണ്ണൊക്കെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ മുടിയെന്ന് അങ്ങനെ ഇടുന്ന എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യമില്ല. എന്നിട്ട് ഇനി നന്ദനയുടെ വിളയായിട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നെല്ലാം നന്ദന പറയുന്നു വീഡിയോയിൽ. നന്ദനയ്ക്ക് ഇഷ്ടമുള്ളത് അപ്സരയാണ്. കാരണം സ്ട്രോങ് ആയിട്ട് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. ടാർഗറ്റ് അൻസിബ, ജാസ്മിൻ, ഗബ്രി. അൻസിബ മൊത്തം ടൈം കിടത്തുകയാണ്. ജാസ്മിൻ തൊട്ടില്ല എന്നുള്ള രീതിക്കാണ്. ഗബ്രിക്ക് കാണണോ അതൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഗബ്രിക്ക് കാണണോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വളരെ മോശമാണ്. പിന്നെ അവളുടെ സ്വഭാവം എൻ്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവളുടെ അടുത്ത് പുറത്തിറങ്ങി, ഞാൻ അവളെ പുറത്താക്കും. അടുത്ത് ഗബ്രി അവൻ സുന്ദരൻ, എനിക്കൊന്ന് കാണണമെന്നുണ്ട്, ഞാൻ പോയിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യാം എന്നിങ്ങനെ പറയാണ്. പുറത്താക്കേണ്ടത് റസ്മിനെയാണ്. റീസൺ ഇല്ലാതെയാണ് അവൾ അവിടെ സംസാരിക്കുന്നതെന്ന് പറയുന്നു. അടുത്ത് നാലാമത്തെ വൈൽഡ് കാർഡ് അഭിഷേക് ശ്രീകുമാർ. ഡാൻസ് ഒക്കെ കളിച്ചു വരുന്നു. വീഡിയോയിൽ ഐ ഹാവ് നോ അറ്റാച്ച്മെന്റ്, നോ ഡ്രീംസ്, നോ ഇമോഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിഷേക് വരുന്നത്. അഭിഷേക് പറയുന്നു ഞാനൊരു ഗ്യാരേജ് ബിസിനസ്സാണ്, പിന്നെ ഞാൻ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം കാരണം സോഷ്യൽ മീഡിയയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് ഞാൻ. അത് ശരിയാണ്. കാരണം അഭിഷേക് ശ്രീകുമാറിന്റെ പ്രൊഫൈല് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അഭിഷേക് ശ്രീകുമാർ LGBTQ അഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരന്റെ ആശയങ്ങളൊക്കെ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ പുള്ളിക്കാരന്റെ ഇൻസ്റ്റഗ്രാം ID ഐ തിങ്ക് ഒരു 1 വീക്ക് 2 വീക്ക് മുമ്പ് LGBTQ പൂട്ടിച്ചു. അത്ര പവർ ആയിരുന്നു അഭിഷേക് ശ്രീകുമാറിന്. അത്ര പവറായിട്ടായിരുന്നു വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്, സ്റ്റോറീസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ വരെ പൂട്ടിച്ച് വിട്ടു. അപ്പൊ എന്റെ സോഷ്യൽ മീഡിയ പേജ് വരെ പൂട്ടിച്ച് വിട്ടവരെ ഞാൻ പൊട്ടിക്കും നിനക്കൊക്കെ എതിരായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ള ഒരാളുടെ കഴുത്തിൽ മാല ഇടാൻ പറയുമ്പോൾ നോറയുടെ കഴുത്തിൽ മാല ഇടുന്നു. മുഖത്ത് നോക്കി പറയും നോറ ധൈര്യമായിട്ടെന്ന് പറയുന്നു. അടുത്ത് ടാർഗറ്റ് ജാൻമണി. അതെ, LGBTQ അഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോഴേ ടാർഗറ്റ് തുടങ്ങിയിരിക്കുകയാണ് അഭിഷേക്. ജാൻമണിയാണ് എന്റെ ടാർഗറ്റ്. ജെൻഡർ കാർഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മലയാളം ബിഗ് ബോസിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും അഭിഷേക് ശ്രീകുമാറിന്റെ എൻട്രി. എന്താന്ന് വെച്ചാല് ഇതുവരെ നമ്മൾ LGBTQ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ബിഗ് ബോസിൽ വന്ന് കണ്ടിട്ടുള്ളൂ. ഇത് LGBTQ അഗെയിൻസ്റ്റ് ആണ്. എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും അഭിഷേക് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ത്രില്ലാണ്. കാരണം എന്തൊക്കെ പോയിന്റ്സ് ചാടിക്കും. കാരണം ഇത് പുറത്ത് നെഗറ്റീവ് അടിക്കുന്ന സാധനമാണ്. ഇപ്പൊ കുറെ പേര് പുറമേ എന്ത് ചെയ്യും, LGBTQ ഇപ്പം LGBTQ അവരും മനുഷ്യരല്ലേ, അവരും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നന്മ മരങ്ങളുണ്ടാവും. എന്നിട്ട് മനസ്സിൽ അവർ ചിന്തിക്കുന്നത് എന്ത് LGBTQ നാണം കെട്ട വർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പം ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് സപ്പോർട്ട് പോകും? അഭിഷേകിന് സപ്പോർട്ട് പോകും. അതേസമയം ഈ മനസ്സിലും അതെ പുറത്തുള്ളത് അവർ ജീവിച്ചോട്ടെ, അവരും ഒരു ജെൻഡറായിട്ട് എന്നുള്ള രീതിക്ക് കൺസെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് രണ്ടുപേർക്കും ഒരു തിരിച്ചടിയായിട്ടാണ് ഈ അഭിഷേക് ശ്രീകുമാറിന്റെ എൻട്രിയും പുള്ളിക്കാരന്റെ കാര്യങ്ങൾ വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എനിക്ക് ഇഷ്ടമുള്ളത് നോറയാണ്. മുഖത്തോ ഈ കാര്യങ്ങളൊക്കെ പറയും. ടാർഗറ്റ് ജാൻമണിയാണ്. ജെൻഡർ കാർഡ് ഇറക്കുന്നു. ഋഷി ഒരുപാട് പേരുടെ സ്വപ്നമാണ് ബിഗ് ബോസ്, അതെല്ലാം വേസ്റ്റ് ആക്കുന്നു. ഗബ്രിയും അതുപോലെ തന്നെ. അടുത്ത് വരുന്നു ചിരിപ്പൂജയോ. പൂജ കൃഷ്ണൻ ആങ്കറാണ്. അതുപോലെ തന്നെ ആങ്കർ അല്ലല്ലോ, ഇന്റർവ്യൂവർ ആണെന്ന് പറയുന്നു. ഇൻട്രോയിൽ തന്നെ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്.
ഫൺ കുറവാണ് ഇവിടെ, ഞാൻ ചിരിപ്പിക്കാനാണ് വരുന്നത്, എനിക്ക് ഹൈജീൻ സ്ട്രിക്റ്റ് ആണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ ഇടപെടും, ഗെയിം ഞാൻ എന്റർടൈനിങ് ആക്കും, പിന്നെ ഫണ്ണാണ് എന്ന് പറഞ്ഞാൽ എന്നെ പൊതുവെ ചിരി പൂജ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ചിരി മാത്രമല്ല, എനിക്ക് പല ഇമോഷൻസും ഉണ്ടെന്നൊക്കെ പൂജ പറയുന്നു. ഇഷ്ടമുള്ളത് ഋഷിയാണ്, ജെനുവിനാണ്. ലാലേട്ട സ്റ്റേജിൽ വരുന്നു, എന്തേ ഞാൻ ഒത്തിരി പേര് ഇന്റർവ്യൂ ചെയ്തിരുന്നു, എന്തേ കാണാത്തേ? അപ്പൊ ലാലേട്ട ചോദിക്കണം എന്താ വരാത്തേ? ഓ അതിനെല്ലാത്തിനോട് സമയമുണ്ട് പൂജ എന്നെല്ലാം പറയുന്നു. ഇഷ്ടമുള്ളത് എനിക്ക് ഋഷിയാണ്, കാരണം ഋഷി വളരെ ജെനുവിനാണ് ലാലേട്ട. ടാർഗറ്റ് ആയിരിക്കണം ജിൻഡോ, ഗബ്രി, ജാൻമണി. ജിൻഡോ എന്തൊക്കെ കള്ളമാണ് പറയുന്നത്. ജിൻഡോ, ഗബ്രി എന്ത് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ജാൻമണിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്ത് ബാഡാണ് ലാലേട്ട. അടുത്ത് അങ്ങനെ പൂജയും പറഞ്ഞു വിടുന്നു. അടുത്ത് വരുന്നു 6ാമത്തെ വൈൽഡ് കാർഡ്. കേരളം കാത്തിരുന്ന വൈൽഡ് കാർഡാണ്, അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് സായി കൃഷ്ണ. കഴിഞ്ഞ 3 വർഷമായിട്ട് സീസൺ 4, 5 and 6 അങ്ങനെ അവസാനം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസറാണ്, പ്രൊഫഷണൽ ക്രിക്കറ്ററാണ് സായി കൃഷ്ണ. റിയൽ ലൈഫ് റിവീൽ ആവാൻ പോവുകയാണ് ബിഗ് ബോസിൽ. ഗെയിം കളിപ്പിക്കാനാണ് ഞാൻ വരുന്നത്. ഇവിടെ ഉള്ളവരെ ഐ വിൽ ബി ദ വിന്നർ എന്ന് കോൺഫിഡന്റോടുകൂടി സായി കൃഷ്ണ പറയുവാണ്. വൈൽഡ് കാർഡ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സീസണാണ്, കാരണം ഈ സീസൺ അങ്ങനെ ഒരു പോക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതല്ലോ. അടുത്ത് ഇഷ്ടമുള്ളത് ഗബ്രിയാണ്, കാരണം ഗബ്രിയുടെ വീട് പോലെ ഗബ്രി കരുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഗബ്രി ഒരു ആരിവിടെ അവന്റെ ചവിട്ടിത്തുപ്പി എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. അപ്സര സ്ട്രോങ് ആണ്, വിഷ്ണുണ്ട്, സംസാരിച്ചിരിക്കാൻ കഴിവുണ്ട്, സ്റ്റില്ലുണ്ട്. അടുത്ത് റസ്മിൻ കൂടെ നിന്ന് ഗെയിം ടാർഗറ്റ് ചെയ്യുന്നതാണ്. ഗബ്രിയെ ടാർഗറ്റ് ചെയ്യുന്നു, ഗബ്രിയെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു ടാർഗറ്റ് ചെയ്യുന്നു. റസ്മിൻ കൂടെ നിന്നിട്ട് ഗെയിം തിരിച്ചു വിടുന്നു, മാനിപ്പുലേഷൻ ഒക്കെ നടത്തുന്നുണ്ട്. അടുത്ത് ജാസ്മിനെയും ഗബ്രിനെ അവർ മാറിക്കഴിഞ്ഞാൽ തന്നെ പാതി എല്ലാം ശരി. അവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരുമാതിരി സ്ട്രെങ്ത് വരുന്നത്. അപ്പം എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നാളെയാണ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സായിയും സ്റ്റേജിൽ നിന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നത് നാളെയാണെന്ന്. അപ്പം ഇന്നാണ് ഓൾറെഡി ഇവർ വീട്ടിൽ കയറിയത്. എന്നിട്ട് കണ്ടസ്റ്റൻസിന് അടുത്ത് പറയുന്നു നാളെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം, പുതിയ ആൾക്കാർ വരുന്നുണ്ട്, സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം, മൈക്കൊക്കെ ഇവിടെ ഇടാതിരിക്കുന്നുണ്ട് ആൾക്കാർ, ഇനിയും പോയിന്റ് പോവും, ഞാൻ തൽക്കാലം ഒന്നും മിണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബായും പറഞ്ഞ് ലാലേട്ടൻ പോകുന്നുണ്ട്. നാളത്തെ പ്രൊമോയിൽ എല്ലാവരും വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു, വീട്ടുകാർ ഞെട്ടുന്നു. അതെ, ഇനി ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പൊ നാളെ നമുക്ക് നോക്കാം എന്താവും. നാളെ ഞാൻ ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ഐ ഹാവ് എൻ എക്സാം ടുമോറോ, യൂണിവേഴ്സിറ്റി എക്സാം. സോ ഐ വിൽ ബി ഓൺലൈൻ ആഫ്റ്റർ 5 o'clock or maybe 5:30 PM. അപ്പോഴൊക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അതുവരെ ക്ഷമിച്ച് പിടിച്ചിരിക്കുക. ഞാൻ വന്നിട്ട് ലൈവ് അപ്ഡേറ്റ് തരുന്നതായിരിക്കും, കാരണം എനിക്ക് എക്സാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ചാനൽ റെഡ്യൂസ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് സബ്സ്ക്രൈബും, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരെ ലൈക്കും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.